ഇതും ഇത് ആക്ച്വലി നമ്മുടെ സർക്കുലർ ട്രാക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്: പി എം ക്യൂ സൈമിൾട്ടേനിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഫ്രം എ പോയിന്റ്, ഒരു സർക്കുലർ ട്രാക്കിൽ. ദേ ആർ റണ്ണിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അവർ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. പിന്റെ സ്പീഡ് 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്യൂവിന്റെ സ്പീഡ് 7 മീറ്റർ പെർ സെക്കൻഡ്, ബി മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇഫ് ദേ ക്രോസ് ഈച്ച് അതർ എക്സാക്ട്ലി അറ്റ് 2 പോയിന്റ്സ്, 2 പോയിന്റ്സിലാണ് അവർ എക്സാക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സർക്കുലർ ട്രാക്ക്. ഓക്കെ, ബി ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നത് 6-നേക്കാളും താഴെ ഉള്ളൊരു വാല്യൂ ആണ്. 6-നേക്കാളും താഴെ എന്ന് പറയുമ്പോൾ അത് 5 ആകാം, 4 ആകാം, 3 ആകാം, 2 ആകാം, 1 ആകാം, എന്ത് വേണേലും ആകാം. ഓക്കെ, ഹൗ മെനി വാല്യൂസ് ഓഫ് ബി ടേക്ക്? അങ്ങനെയാണെങ്കിൽ ബിക്ക് എത്ര വാല്യൂ വരാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോഴേ പറഞ്ഞു ബിക്ക് 5 വരാം, 4 വരാം, 3 വരാം, 2 വരാം, 1 വരാം. ഇത്രയും പോസിബിലിറ്റി ഉള്ളൂ. സ്പീഡ് 0 ആകുന്ന കേസ് നിങ്ങൾ നോക്കണ്ട. ഇനി ഇത് വരാം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമുക്കതിന് പ്രൂഫ് വേണമല്ലോ. ഇനി ഇത് വരാം എന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇതിൽ ഏതൊക്കെ വരാം എന്ന് നമുക്ക് കൺഫേം ചെയ്യണ്ടേ? അതിനു വേണ്ടിയാണ് ബാക്കി ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സർക്കുലർ ട്രാക്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു, മീറ്റ് ചെയ്യുമ്പോൾ, അതായത് സർക്കുലർ ട്രാക്കിൽ എത്ര വട്ടം മീറ്റ് ചെയ്യുന്നു എന്ന് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്പീഡിൻ്റെ റേഷ്യോ എടുക്കും. എന്നിട്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കുറയ്ക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ഇനി ഏത് ഡയറക്ഷനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സെയിം ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 5 വരാനുള്ള പോസിബിലിറ്റി നോക്കുവാണ്. 5 സ്പീഡ് വരുമോ ഇല്ലേ നോക്കുവാണ്. അപ്പോൾ 6:5 സിംപ്ലസ്റ്റ് റേഷ്യോ. 6:5 ആണെങ്കിൽ ഇവർ മീറ്റ് ചെയ്യാൻ പോകുന്നത് എത്രയായിരിക്കും? 6 - 5 ഒരു പ്രാവശ്യമാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 2 തവണ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ 5 വരത്തില്ല. ഇനി അടുത്ത 4 നോക്കാം. 4 വന്നു കഴിഞ്ഞാൽ 6:4, 3:2. ഓക്കെ, 3:2 ആണെങ്കിൽ 3 - 2 ഒരു പ്രാവശ്യമേ അവർ മീറ്റ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ 3 നോക്കാം. ഓക്കെ, 6:3. 6:3 ആണെങ്കിൽ 2:1. 2:1 ആണെങ്കിൽ അവർ വീണ്ടും ഒരു തവണയെ മീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് 2 നോക്കാം. 6:2. 6:2 എന്ന് പറയുമ്പോൾ 3:1 എന്ന് പറഞ്ഞു വരും. 3:1 എന്ന് പറഞ്ഞു വരും. 3:1 ആണെങ്കിൽ അവർ 3 - 2 2 തവണ മീറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു പോസിബിലിറ്റി ആണ്. അടുത്ത 6ഉം 1ഉം എടുക്കാം. 6ഉം 1ഉം എടുത്തു കഴിഞ്ഞാൽ അവർ 5 തവണ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മീറ്റ് ചെയ്യും. സോ ആകെ ഒരേ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. 1 ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ. ബിക്ക് ഹൗ മെനി വാല്യൂ, എത്ര വാല്യൂ എടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വാല്യൂ, അല്ലാതെ ബീൻ്റെ വാല്യൂ അല്ല ചോദിച്ചിരിക്കുന്നത്. ബിക്ക് എത്ര വാല്യൂ എടുക്കാൻ പറ്റുമെന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ സർക്കുലർ ട്രാക്കിന് മീറ്റ് ചെയ്യണ കണ്ടീഷനിൽ സെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കും. എന്നിട്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കുറയ്ക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യും. ഇനി നമ്മൾ 6ന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും? 6ആണ്. ബിക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ അവർ പറഞ്ഞിട്ടുണ്ട് 6-നേക്കാളും ചെറുതാണ്. അതുകൊണ്ടാണ് നമ്മൾ 5ഉം 4ഉം 3ഉം 2ഉം 1ഉം എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോ ഫൈനൽ ആൻസർ 1 ആണ് വരുന്നത്.